നമസ്കാരം, അസ്സാം വലൈക്കും. യുവർ ഡയറ്റീഷ്യൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഐ എം ഡയറ്റീഷ്യൻ ടീന സുധീർ. നമ്മുടെ സ്കിന്നിൻ്റെ ഹെൽത്ത് വളരെയധികം ഇന്നത്തെ കാലത്ത് കെയർ ചെയ്യുന്നുണ്ടല്ലോ. ഒരുപാട് ട്രീറ്റ്മെൻറ്റ്സ് സ്കിന്നിന് വേണ്ടി ചെയ്യുന്നുണ്ട്. അതല്ലാതെ ഡെയിലി ഒരു റുട്ടീനായിട്ട് പലരും സ്കിൻ കെയർ ചെയ്യുന്നുണ്ട്. സ്കിൻ കെയർ ചെയ്തില്ലെങ്കിലുള്ള പ്രശ്നമെന്ന് വെച്ചാൽ സ്കിൻ കാണുമ്പോൾ തന്നെ അറിയാം, വല്ലാത്ത ഡള്ളായിട്ടിരിക്കും, ടാൻ ആയിട്ടിരിക്കും, ഇങ്ങനെയുള്ള ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവും. കെമിക്കൽസ് ഒന്നും അധികം യൂസ് ചെയ്യാതെ തന്നെ നമ്മുടെ സ്കിൻ എങ്ങനെ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാം എന്നുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു തരാം. ഇതൊരു സബ്സ്ക്രൈബർ ചോദിച്ചനുസരിച്ചാണ് വീഡിയോ ചെയ്യുന്നത്. ഞാൻ നേരത്തെയും വീഡിയോ ഇട്ടിട്ടുണ്ട് ക്ലിയർ സ്കിന്നിനെ പറ്റി. ഇത് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം. നമ്മുടെ സ്കിൻ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും, വല്ലാത്ത ഹെൽത്തിയർ ആയിട്ടുള്ള ഒരു സ്കിൻ ആയിരിക്കും. പിന്നെ ചില ഹോർമോൺസിൻ്റെ പ്രോബ്ലംസ് ഉണ്ടാവും, ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാവും. PCOD ഉള്ളവർക്കൊക്കെ എക്നീസ്, ഡാർക്ക് സ്പോട്ട്സ്, അതുപോലെ തന്നെ പിമ്പിൾസ് ഒക്കെ ഫേസിൽ കാണാറുണ്ട്. അങ്ങനെയുള്ളവർക്കൊക്കെ ആ ഹോർമോൺസിൻ്റെ ട്രീറ്റ്മെൻറ്റ് കറക്റ്റായിട്ട് എടുത്താലേ ആ പ്രോബ്ലംസ് മാറുള്ളൂ. അല്ലാത്ത നോർമലായിട്ട് വേറെ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഇല്ല എങ്കിൽ നിങ്ങൾ ഡയറ്റിൽ തന്നെ ഒരുപാട് ശ്രദ്ധിക്കണം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വെള്ളം ധാരാളം കുടിക്കണം. വെള്ളം നന്നായിട്ട് കുടിച്ചാൽ തന്നെ സ്കിൻ എപ്പോഴും നല്ല ഒരു പ്ലംബി ആയിട്ടിരിക്കും, നല്ല ഫ്രഷ് ആയിട്ടിരിക്കും, നല്ല ഗ്ലോയി ആയിട്ടിരിക്കും. വെള്ളം ധാരാളം കുടിക്കേണ്ടതാണ്. അത് കരിക്കും വെള്ളം, നാരങ്ങാ വെള്ളം, മോരും വെള്ളം, ഈ രൂപത്തിലൊക്കെ നിങ്ങൾക്ക് വെള്ളങ്ങൾ കുടിക്കാം. അല്ലെങ്കിൽ കുടിക്കാൻ മടിയുള്ളവർക്ക് അതിൻ്റെ ഒരു ഫ്ലേവർ, പ്ലെയിൻ ഫ്ലേവർ ഇഷ്ടമല്ലാത്തവർക്കാണെങ്കിൽ കുക്കുംബർ സ്ലൈസ് അരിഞ്ഞിട്ടിട്ട് വെള്ളം കുടിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ലൈമിൻ്റെ, അതായത് ചെറുനാരങ്ങയുടെ സ്ലൈസ് അരിഞ്ഞിട്ടിട്ട് അങ്ങനെ വെള്ളം കുടിക്കാവുന്നതാണ്. വെള്ളത്തിലിട്ട് കുറച്ച് നേരം വെച്ചിരുന്നാൽ അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടും. അങ്ങനെ വെള്ളം കുടിക്കാവുന്നതാണ്. എങ്ങനെയാണെങ്കിലും വെള്ളം നന്നായിട്ട് കുടിച്ചേ പറ്റുള്ളൂ. എന്നാൽ മാത്രമേ സ്കിന്നൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഇരിക്കുള്ളൂ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ആൻറ്റി ഓക്സിഡൻസ് കൂടുതലുള്ള ആഹാര സാധനങ്ങൾ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. അതുപോലെ വൈറ്റമിൻസ്, മിനറൽസ് ഒക്കെ കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളത് ഫ്രൂട്ട്സിലും വെജിറ്റബിൾസിലുമാണ്. ഫ്രൂട്ട്സ് നന്നായിട്ട് കഴിക്കുക. ഫ്രൂട്ട്സ് ഇടയ്ക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് വിശക്കുന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ എന്താ ചെയ്യുക, എന്തെങ്കിലും സ്നാക്സ് കഴിക്കുക, അല്ലെങ്കിൽ പാക്കറ്റ് ഐറ്റംസ്, അതൊക്കെ കംപ്ലീറ്റ് ഒഴിവാക്കിയിട്ട് ഫ്രൂട്ട്സ് തന്നെ കഴിക്കാനായിട്ട് നോക്കാം. ഫ്രൂട്ട്സ് ഇടവിട്ട് കഴിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ സ്കിൻ വളരെ നല്ലതാവും. പിന്നെ വെജിറ്റബിളിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കുക്ക് ചെയ്ത വെജിറ്റബിൾ സാധാരണ എല്ലാവരും കഴിക്കാറുണ്ട് അല്ലേ. പക്ഷേ റോ വെജിറ്റബിൾ കഴിക്കാൻ മടിയാണ്. അപ്പോൾ റോ വെജിറ്റബിൾ ആയിട്ടും നിങ്ങൾ കഴിക്കേണ്ടതാണ്. അത് നിർബന്ധമുള്ള കാര്യമാണ്. ഇനി വെജിറ്റബിളും ഫ്രൂട്ട്സും ഒക്കെ അങ്ങനെ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കാണെങ്കിൽ CBO ജ്യൂസ് നല്ലതാണ്. CBO ജ്യൂസ് ഞാൻ മിക്കയിലും പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. CBO ജ്യൂസ് ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ 2 ക്യാരറ്റ് എടുക്കുക. 2 ക്യാരറ്റ് നന്നായിട്ട് അതിൻ്റെ പുറത്തുള്ള ആ തൊലി ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്ത് കളഞ്ഞിട്ട് ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്യാം. ഇതിലേക്ക് ഒരു ഹാഫ് ബീട്രൂട്ട്, ഒരു ചെറിയ ബീട്രൂട്ടിൻ്റെ ഹാഫ് മതിയാവും കേട്ടോ. ബീട്രൂട്ട് അധികം ആവണ്ട. ഹാഫ് ബീട്രൂട്ട് എടുക്കാം. അതിൻ്റെ തൊലി കളഞ്ഞിട്ട് അതും എടുത്ത് വയ്ക്കുക. കുഞ്ഞതായിട്ട് അരിഞ്ഞിട്ട് എടുത്ത് വയ്ക്കുക. പിന്നെ ഒരു നെല്ലിക്ക എടുക്കുക. നെല്ലിക്കയുടെ കുരു കളഞ്ഞിട്ട് അതെടുക്കാം. ഓറഞ്ച്, മുസമ്പി, ഇതിലേതെങ്കിലും തൊലി കളഞ്ഞിട്ട് അതും എടുത്ത് വയ്ക്കുക. ഇനി ഓറഞ്ചിൻ്റെ സീസണൊക്കെ അല്ലാത്ത സമയത്ത് ഓറഞ്ച് കിട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ സിട്രസ് എപ്പോഴും അവൈലബിൾ ആണല്ലോ. സിട്രസ് ആണെങ്കിലും കുഴപ്പമില്ല. അതിൻ്റെ തൊലി കളഞ്ഞിട്ട് അതും കട്ട് ചെയ്ത് വെക്കുക. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുഞ്ഞി കഷ്ണം ഇഞ്ചി തൊലി കളഞ്ഞിട്ട് കട്ട് ചെയ്ത് വെക്കുക. ഇതെല്ലാം നന്നായിട്ട് കഴുകിയിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട് കേട്ടോ. ഇത് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്യുക. മധുരമൊന്നും ആഡ് ചെയ്യാൻ പാടില്ല. എന്നിട്ട് നന്നായിട്ട് അത് അടിച്ചെടുക്കുക. അടിച്ചെടുത്തിട്ട് അരിച്ചെടുക്കാം. അരിച്ച് ഇഷ്ടമല്ലാത്തവർക്കാണെങ്കിൽ ഏറ്റവും ബെറ്റർ അരിക്കാതെ കുടിക്കുന്നതാണ്. പക്ഷേ ചിലർക്കും അത് പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് അരിച്ചെടുക്കാൻ പറയുന്നത്. നന്നായിട്ട് അരിച്ചെടുത്തിട്ട് അതിൻ്റെ പൾപ്പ് നന്നായി സ്ക്വീസ് ചെയ്തിട്ട് അതിലുള്ള വാട്ടർ കണ്ടൻറ്റ് കംപ്ലീറ്റ്, ആ ജ്യൂസ് കണ്ടൻറ്റ് കംപ്ലീറ്റ് എടുക്കണം. എന്നിട്ട് അത് കുടിക്കുക. വളരെ നല്ലതാണ്. ഡെയിലി ഇത് കുടിച്ചാൽ മതി. നിങ്ങളുടെ സ്കിന്നൊക്കെ വളരെ ഗ്ലോയി ആയിട്ടിരിക്കും, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടിരിക്കും. ഏത് സമയമൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ടൈമിൽ ഇത് കുടിക്കാവുന്നതാണ്. ഭക്ഷണത്തിനോടൊപ്പം കുടിക്കരുതെന്ന് മാത്രം. അല്ലെങ്കിൽ മിഡ് മോർണിംഗ് ടൈമിലോ ടീ ടൈമിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇടസമയത്തോ ഒക്കെ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ഒരു ഗ്ലാസ് ഡെയിലി കുടിച്ചാൽ മതിയാവും. നിങ്ങളുടെ സ്കിൻ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് മാറുന്നതായിരിക്കും. പക്ഷേ ഇതിൽ മധുരമൊന്നും ചേർക്കരുത് കേട്ടോ. മധുരം ഇല്ലാതെ വേണം ഇത് കുടിക്കാനായിട്ട്. ഇനി എപ്പോഴും നിങ്ങൾക്ക് എക്നേസ് അല്ലെങ്കിൽ ചെറിയ പിമ്പിൾസ് ഒക്കെ നിങ്ങളുടെ ഫേസിൽ വരികയാണെങ്കിൽ നമ്മുടെ തക്കാളി ഉണ്ടല്ലോ, തക്കാളി ഹാഫായിട്ട് കട്ട് ചെയ്തിട്ട് ഫേസിൽ റബ്ബ് ചെയ്ത് കൊടുക്കുക. അത് വളരെ നല്ലതാണ്. തക്കാളിയിൽ ലൈക്കോപ്പീൻ എന്ന് പറയപ്പെടുന്ന ഒരു ആൻറ്റി ഓക്സിഡൻ്റ് അടങ്ങിയിട്ടുണ്ട്. ഇത് സ്കിന്നിൻ്റെ ഹെൽത്തിന് ഒരുപാട് നല്ലതാണ്. അങ്ങനെ ചെയ്യാവുന്നതാണ്. ഇനി സ്കിൻ നല്ല ഗ്ലോ ആയിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഗ്ലിസറിൻ ഒരുപാട് നല്ലതാണ് കേട്ടോ. ഗ്ലിസറിൻ കുറച്ച് മതി. കുറച്ചെന്ന് പറഞ്ഞാൽ ഒരു ഡ്രോപ്പൊക്കെ ഗ്ലിസറിൻ എടുത്താൽ മതിയാവും. 1-2 ഡ്രോപ്പ് ഗ്ലിസറിൻ എടുത്തിട്ട് നമ്മുടെ കയ്യിൽ ജസ്റ്റ് അത് ഒഴിക്കുക. അതിലേക്ക് കുറച്ച് റോസ് വാട്ടർ കൂടെ മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് നമ്മുടെ ഫേസിൽ നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക. ഏതെങ്കിലും സമയത്ത് നിങ്ങൾ വെറുതെ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ കിച്ചണിൽ എന്തെങ്കിലും വർക്ക്
കഴിക്കുന്നതിന് മുമ്പായിട്ടോ ഒക്കെ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 15 മിനിറ്റ് കഴിഞ്ഞിട്ട് വാഷ് ഓഫ് ചെയ്യുക. സ്കിന്നിന് നല്ലൊരു ഗ്ലോ കിട്ടാനായിട്ട് ഇത് ഹെൽപ്ഫുള്ളാണ്. ഈ കാര്യങ്ങളൊക്കെ മെയിനായിട്ട് നോക്കാം. നമ്മൾ ഔട്ട്സൈഡ് അല്ല നോക്കേണ്ട കേട്ടോ. കൂടുതൽ ഇൻറ്റേർണൽ ന്യൂട്രീഷൻ കറക്റ്റ് ആണെങ്കിൽ തന്നെ നമ്മുടെ സ്കിന്ന് വളരെയധികം ഗ്ലോ ആയിട്ടിരിക്കും. പ്രോട്ടീൻ അത്യാവശ്യമാണ് സ്കിന്നിൻ്റെ ഹെൽത്തിനൊക്കെ. അതുകൊണ്ട് എഗ്ഗ് ആഴ്ചയിൽ 3 മുട്ട ഉണ്ണിയോടുകൂടി നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഫിഷ് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ പയറുവർഗ്ഗങ്ങളിലൊക്കെ നല്ല പ്രോട്ടീൻ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ എല്ലാ ന്യൂട്രിയൻസും ആവശ്യമുണ്ട്. അപ്പോൾ ഡയറ്റ് എപ്പോഴും വെൽ ബാലൻസ്ഡ് ആയിരിക്കണം. അതുകൂടാതെ കൂടുതലായിട്ട് യൂസ് ചെയ്യേണ്ടത് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ആണ്. ഈ എക്സസൈസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളുണ്ട് കേട്ടോ. ഡയറ്റ് മാത്രം നോക്കിയിട്ട് കാര്യമില്ല. എക്സസൈസും കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്കിന്ന് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടിരിക്കുന്നതായിരിക്കും. ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ 45 മിനിറ്റ്സ് എക്സസൈസ് ചെയ്തിട്ട് നന്നായിട്ട് വിയർക്കുമ്പോൾ തന്നെ ആ സ്കിന്നിലുള്ള ചെറിയ ചെറിയ സുഷിരങ്ങൾ ഓപ്പൺ ആവും. അപ്പോൾ സ്കിന്ന് വളരെ ഗ്ലോ ആയിട്ട് ഇരിക്കും. നമുക്കറിയാലോ, ഈ സെലിബ്രിറ്റീസൊക്കെ അവർ കെമിക്കൽ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്യാറുണ്ട്. എന്നാൽ പോലും വർക്കൗട്ടൊക്കെ ചെയ്ത് മേക്കപ്പ് ഒന്നും ഇല്ലാതെ വരുന്ന കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയായിരിക്കും. അവരുടെ സ്കിന്നൊക്കെ വളരെ ഗ്ലോ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും അല്ലേ. അതാണ് അതിൻ്റെ ഒരു സീക്രട്ട് എന്ന് പറയുന്നത്. എക്സസൈസ് മസ്റ്റാണ്. ഡയറ്റ് പ്രോപ്പറായിട്ട് നോക്കാം. വെള്ളം ധാരാളം കുടിക്കുക. നല്ല സ്ലീപ്പ് അത്യാവശ്യമാണ്. സ്ലീപ്പ് ഇല്ലെങ്കിൽ കണ്ണിൻ്റെ അടിയിലൊക്കെ ഈ ഡാർക്ക് സർക്കിൾസ് ഒക്കെ വരും. നന്നായിട്ട് ഉറങ്ങുക. നന്നായിട്ടെന്ന് പറഞ്ഞാൽ ഒരു 6 മണിക്കൂർ 7 മണിക്കൂറെങ്കിലും ഉറക്കം മസ്റ്റായിട്ടുള്ള കാര്യമാണ്. പിന്നെ ഉച്ച ഉറക്കം അത്ര നല്ലതല്ല. ഇടയ്ക്കൊന്നും കിടന്നുറങ്ങേണ്ട. രാത്രിയുള്ള ഉറക്കമാണ് എപ്പോഴും ബെറ്റർ. ഗാഡ്ജറ്റ്സിൻ്റെ ഉപയോഗം ഒന്ന് കുറയ്ക്കുക. ഒരു സമയം നിശ്ചയിക്കുക. ഇപ്പോൾ മൊബൈലൊക്കെ യൂസ് ചെയ്യുന്നതിന് ഒരു സമയം നിശ്ചയിക്കുക. ആ സമയത്ത് നിങ്ങൾ അത് യൂസ് ചെയ്യുക. അതിനുശേഷം അതെടുത്ത് മാറ്റുക. അതായത് കണ്ടിന്യൂസ് ഇത് നോക്കിക്കൊണ്ടിരിക്കുന്നതും സ്കിന്നിനും നമ്മുടെ കണ്ണിനും ഒന്നും അത്ര നല്ലതാവില്ല. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെയും നിങ്ങളുടെ സ്കിന്നിന് നല്ലൊരു ഗ്ലോ ഉണ്ടാവുന്നതായിരിക്കും. സ്കിൻ നല്ല ഹെൽത്തിയർ ആയിട്ട് ഇരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.